നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ വർഷങ്ങളായി യൂസ് ചെയ്യുന്ന എൻ്റെ സോണി ക്യാമറയെ പറ്റിയാണ്. ഞാനൊരു 6, 7 വർഷമായിട്ട് യൂസ് ചെയ്യുന്നതാണ് സോണീൻ്റെ 7M3 എന്ന് പറയുന്ന ഈ ക്യാമറ. ഇത് പറയാൻ വേറൊന്നുമല്ല കാരണം ഒരുപാട് ഗ്രൂപ്പുകളിലും അതുപോലെ സോഷ്യൽ മീഡിയകളിലൊക്കെ ഇപ്പോൾ സോണിയെ കുറ്റം പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. സോണീൻ്റെ 7M4 എന്ന് പറയുന്ന മോഡൽ കുറേ പേർക്ക് ഷട്ടർ പൊട്ടുന്ന ഒരു പ്രോബ്ലം വരുന്നുണ്ട്. എടുത്തിട്ട് 1 മാസം 2 മാസം കഴിയുമ്പോഴത്തേക്ക് ഷട്ടർ പൊട്ടുകയെന്നാണ് പറയുന്നത്. അപ്പോൾ ഓരേം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മൾ അത്രയും ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഒരു ക്യാമറ വാങ്ങുന്നത്. അപ്പം അത് സോണി കമ്പനി ഇതുവരെ അതിന് വേണ്ട ഒരു സൊല്യൂഷൻ കണ്ടെത്തുകയും ചെയ്തിട്ടില്ല. അപ്പോൾ അതൊരു മോഡലിന് കംപ്ലയിൻറ്റ് പറയുന്നതുകൊണ്ട് വലിയൊരു കുഴപ്പമില്ല. പക്ഷേ ആ ബ്രാൻഡിനെ മൊത്തത്തിലാണ് എല്ലാവരും കുറ്റപ്പെടുത്തുന്നത്. സത്യത്തിൽ എന്നെ ഇന്ന് വരെ ചതിക്കാത്ത ഒരു ക്യാമറയാണ്. 7 വർഷമായിട്ട് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത്. 6, 7 വർഷം ഞാൻ ഈ ക്യാമറ യൂസ് ചെയ്തതിന് ശേഷം എനിക്കൊന്നൊരു 7, 8 മാസം മുന്നേ ഇതിൻ്റെ ഷട്ടർ പൊട്ടിയിട്ടുണ്ട്. അത് ഞാൻ ഈ ക്യാമറ അത്രയും യൂസ് ചെയ്തുകൊണ്ടാണ്. എനിക്കൊന്നൊരു 1 ലാഖിൻ്റെ മേലെയൊക്കെ ഞാൻ ഈ ക്യാമറൻ്റെ ഷട്ടർ അടിഞ്ഞിട്ടുണ്ടാവും. 1 ലാഖ് 5 ലാഖിൻ്റെ ഉള്ളിലൊക്കെ. അപ്പോൾ അത് ഞാൻ കൊടുത്ത് കമ്പനി എനിക്ക് കോഴിക്കോട് സോണിക്ക് കൊടുത്തിട്ട് എനിക്ക് പിറ്റേ ദിവസം തന്നെ അത് എനിക്ക് സെറ്റാക്കി തന്നിട്ടുണ്ട്. അല്ലാതെ എന്നെ ഇന്ന് വരെ ചതിക്കാത്ത എൻ്റെ ഞാൻ പല സ്ഥലങ്ങളിലും ഇതാണ് കൊണ്ടുവന്നത്. ഇപ്പോൾ കുറേ കല്യാണങ്ങൾ ഇതിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ അമ്പലപ്പറമ്പിലൊക്കെ എല്ലാ പൊടിയിലും ഞാൻ ഈ ക്യാമറയാണ് കൊണ്ടുവന്നത്. പിന്നെ മഴയൊക്കെ ഇഷ്ടം പോലെ ഈ ക്യാമറ കൊണ്ടുണ്ട്. എന്നാലും ഇതിന് എനിക്കൊരു പ്രോബ്ലം ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഞാൻ അപ്ഡേറ്റ് ആകുമെന്ന് വെച്ചാൽ ഞാൻ ക്യാമറ അങ്ങനെ ഇതുവരെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല വാങ്ങിയതിന് ശേഷം. ലെൻസുകൾ അത്യാവശ്യം വാങ്ങാറുണ്ട്. എനിക്ക് തോന്നുന്നത് അത് തന്നെയാണ്. നമ്മൾ ക്യാമറേൻ്റെ ബോഡി ഇങ്ങനെ വാങ്ങി പൈസ പോകുന്നതിൽ നല്ല ലെൻസുകൾ വാങ്ങുക. ഒരു ബോഡി ഒരിക്കൽ വാങ്ങുക, അത് മാക്സിമം നമ്മൾ യൂസ് ചെയ്യുക. എന്നിട്ട് മാത്രമാണ് പിന്നെ അതിനെപ്പറ്റി ആലോചിക്കാവൂ. ഇതിൻ്റെ പിക്ചർ ക്വാളിറ്റിയൊക്കെ എനിക്ക് നല്ലതായിട്ടാണ് തോന്നിയത്. ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലായിരിക്കും ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ. അതുപോലെ ഓരോ കളർ ടോണൊക്കെ ആയിരിക്കും. അത് നമ്മൾ പ്രോസസ്സിങ് പിന്നെ ആഫ്റ്റർ ഷൂട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ചെയ്യുന്നത്. അത് നന്നായി ചെയ്താൽ തന്നെ നല്ല പിക്ചർ ക്വാളിറ്റി ഒക്കെ ഇതിന് കിട്ടുന്നുണ്ട്. അതുപോലെ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം ലോഗിൽ ഷൂട്ട് ചെയ്തിട്ട് കളർ ചെയ്താലൊക്കെ അടിപൊളി ഫുട്ടേജാണ്. എൻ്റെ ഇതിൽ ഞാനൊരു 10-50ഓളം ഷോർട്ട് ഫിലിമുകൾ ഈ ക്യാമറ വെച്ചിട്ട് തന്നെയാണ് ഷൂട്ട് ചെയ്തത്. ഇത് എൻ്റെ അഭിപ്രായം മാത്രമാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. പല ആൾക്കാരും പല തരത്തിലുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും ഉണ്ടാവുക. കാരണം എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അപ്പം ഇതിൻ്റെ പേരിൽ എന്നെ ആരും പൊങ്കാലയിടാൻ വരണ്ട. ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക. അപ്പം ഇനി വേറൊരു വീഡിയോ കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.